ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയം മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹത്തെ എടുത്ത് സൂക്ഷ്മമായി പഠിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ അങ്ങനെ നോക്കാൻ പോകുന്നത് വേങ്ങര എന്ന നിയമസഭാ മണ്ഡലത്തെയാണ്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വേങ്ങര എവിടെയാണെന്ന് നോക്കാം. ഈ മണ്ഡലത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? ഇവിടുത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് കണക്കുകളുടെ സഹായത്തോടെ ഇതൊന്ന് പരിശോധിക്കാം. ശരി, നമുക്ക് നമ്മുടെ വിശകലനത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങളെയും അവരുടെ സാമൂഹിക സാഹചര്യങ്ങളെയും ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. വേങ്ങരയുടെ ജനസംഖ്യാഘടനയിലേക്ക് നോക്കിയാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകദേശം 85% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ഒരു 15% ഹിന്ദുക്കളുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടുതന്നെ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. തീർച്ചയായും ഇതിവിടുത്തെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവരുടെ ശബ്ദം കേൾക്കാം. വേങ്ങരയിലെ സാധാരണക്കാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഈ ആശങ്കകളാണല്ലോ ഇവിടത്തെ രാഷ്ട്രീയ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടത്തെ ഓരോ കുടുംബവും ദിവസവും നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ഞെരുക്കം എന്തായിരിക്കും? ഈ റിപ്പോർട്ടനുസരിച്ച് പ്രധാനമായും 4 പ്രശ്നങ്ങളാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം, പിന്നെ യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ കുതിച്ചുവരുന്ന ജീവിതച്ചെലവ്, പിന്നെ പറയാനുള്ളത് മോശം ഗ്രാമീണ റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമാണ്. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല, വർഷങ്ങളായി അവരെ അലട്ടുന്ന കാര്യങ്ങളാണ്. തൊഴിലില്ലായ്മ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു കണക്ക് മാത്രമല്ല. ഈയൊരു വാചകം കേട്ടുനോക്കൂ. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തുന്ന പലർക്കും ജോലി കണ്ടെത്താൻ പ്രയാസമാണ്. ഈയൊരു വാക്കുകൾക്ക് പിന്നിൽ എത്രയോ കുടുംബങ്ങളുടെ നെഞ്ചിലെ തീയാണ്. ഇനി ആ പറഞ്ഞതിന്റെ ഒരു കണക്ക് നോക്കാം. ഏകദേശം 70% ഗൾഫിൽ നിന്ന് തിരികെ വന്നവരിൽ ജോലിയില്ലാതെ ഇരിക്കുന്നവരുടെ ഞെട്ടിക്കുന്നൊരു കണക്കാണിത്. ഇത് ഈ സമൂഹത്തിലുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം എത്ര വലുതായിരിക്കുമെന്നൊന്നാലോചിച്ചു നോക്കൂ. അപ്പോൾ ജനങ്ങളുടെ ഈ വിഷമങ്ങളെല്ലാം വോട്ടെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? നമുക്ക് തിരഞ്ഞെടുപ്പ് ഡേറ്റയിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നിലവിലെ ഭരണകക്ഷിയായ IUMLന്റെ വോട്ട് വിഹിതം കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളായിട്ട് തുടർച്ചയായി കുറഞ്ഞുവരുന്നതായി കാണാം. 2011 63% മുകളിലുണ്ടായിരുന്നത് 2021 ആയപ്പോഴേക്കും 53%ത്തിലേക്ക് താഴ്ന്നു. ഇത് വോട്ടർമാരുടെ അതൃപ്തിയുടെ വളരെ വ്യക്തമായൊരു സൂചനയായിട്ട് നമുക്കെടുക്കാം. നമുക്ക് നിലവിലെ MLAയുടെ ഒരു ശക്തി ദൗർബല്യ വിശകലനം നടത്തിയാലോ? ഒരു വശത്ത് നോക്കിയാൽ 5 തവണ MLA ആയതിന്റെ വലിയ പരിചയസമ്പത്തും വളരെ ശക്തമായൊരു പാർട്ടി മെഷീനറിയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്നാൽ മറുവശത്തോ കുറഞ്ഞുവരുന്ന വോട്ട് വിഹിതം, ഭരണത്തിനെതിരായ വികാരം, പിന്നെ ശക്തിയാർജിക്കുന്ന പ്രതിപക്ഷം, ഇതൊക്കെ വലിയ വെല്ലുവിളികൾ തന്നെയാണ്. ശരി, നമുക്ക് ഈ വിഷയത്തിന്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഈ വോട്ടിംഗിലെ മാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? വെറും ലക്ഷണങ്ങൾക്കപ്പുറം എന്താണ് ഇതിന്റെല്ലാം അടിസ്ഥാന കാരണം? ഇവിടെയാണ് വെൽഫെയർ ഫെറ്റീഗ് എന്നൊരു ആശയം വരുന്നത്. അതായത് ക്ഷേമപ്രവർത്തനങ്ങളോടുള്ള ഒരുതരം മടുപ്പ്. തുടരെ വാഗ്ദാനങ്ങൾ നൽകുകയും എന്നാൽ അതൊന്നും ശരിക്കും നടപ്പിലാക്കാതെ വരുമ്പോഴും ജനങ്ങൾക്ക് ഭരണസംവിധാനത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണിത്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. റേഷൻ കാർഡ് കിട്ടാനുള്ള കാലതാമസം. പുതിയ MRI മെഷീനൊക്കെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും, പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ടെക്നീഷ്യനുണ്ടാവില്ല. പണിതീരാത്ത റോഡുകൾ, വഴിവിളക്കുകൾ, പിന്നെ പലയിടത്തും മുടങ്ങിക്കിടക്കുന്ന ശുദ്ധജല വിതരണം. ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങളിൽ ഭരണസംവിധാനത്തോട് ഒരു മടുപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ഇതിനെല്ലാമുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഡേറ്റയെ എങ്ങനെ ഒരു മികച്ച പ്രവർത്തന പദ്ധതിയാക്കി മാറ്റാൻ കഴിയും? ഈ റിപ്പോർട്ടിൽ തന്നെ ചതുർമുഖ സിദ്ധാന്തം എന്ന പേരിൽ ഭരണത്തിനായുള്ള ഒരു സമഗ്രമായ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിന് പ്രധാനമായും 4 തൂണുകളാണുള്ളത്. ഒന്നാമത്തേത് ശിവൻ, അതായത് പ്രശ്നങ്ങളെ നേരിട്ട് സമീപിക്കുക, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുക. രണ്ടാമത്തേത് വിഷ്ണു, തങ്ങളുടെ മതേതരവും സുസ്ഥിരവുമായ ഭരണത്തിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടുക. മൂന്നാമത്തേത് ബ്രഹ്മാവ്, യുവാക്കൾക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും വേണ്ടി പുതിയതും പുരോഗമനപരവുമായ ആശയങ്ങൾ മുന്നോട്ടുവെക്കുക. നാലാമത്തേത് ദുർഗ, അതായത് പ്രാദേശിക സമൂഹങ്ങളുടെ അവകാശങ്ങളും അവരുടെ ഉപജീവനമാർഗവും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ജനങ്ങളുടെ എല്ലാ ആശങ്കകളെയും നമുക്ക് ശരിയായി അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ വേങ്ങരയുടെ ഈയൊരു സൂക്ഷ്മമായ വിശകലനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്താണ്? രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് പണം മുടക്കിയിട്ടോ അധികാരം ഉപയോഗിച്ചിട്ടോ അല്ല.
അത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തിട്ടാണ്. വേങ്ങരയിലെ ഓരോ കണക്കും ഓരോ പ്രശ്നങ്ങളും ഓരോ തന്ത്രങ്ങളും അവസാനം വിരൽ ചൂണ്ടുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലേക്കാണ്: പൊതുജനവിശ്വാസം. ഇനി ഒന്നാലോചിച്ചു നോക്കൂ, ഒരൊറ്റ മണ്ഡലത്തിലെ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നേതാക്കൾ ജനങ്ങളെ കേൾക്കുന്നത് നിർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്.